തന്നെ സ്നേഹിക്കുന്നവരോട് ദൈവം കാണിക്കുന്നത് എന്താണ്? അചഞ്ചലമായ സ്നേഹം തലമുറകളോളം കാണിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ അലീന എന്ന് പറഞ്ഞൊരു മോളൊരു സാക്ഷ്യം ഉണ്ടായി. അലീനയുടെ സാക്ഷ്യം അനീറ്റ ഫിലിപ്പ്, കാസർഗോഡ്. ഹൃദയാർജകമായ ഒരു സാക്ഷ്യമാണ്. അനീറ്റ ഫിലിപ്പ്, കാസർഗോഡ്. അവരുടെ പ്രശ്നം, അവർ ഇറ്റലി വർക്ക് ചെയ്യുന്നവരാണ്. നാട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചപ്പോൾ പെട്ടെന്ന് വന്നതാണ് 10 ദിവസത്തെ ലീവിന്. പക്ഷെ അത്യാഹിതം സംഭവിച്ചു. മരിപ്പെല്ലാം കഴിഞ്ഞ് അടക്കമെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകേണ്ട കാലമായപ്പോൾ അവരുടെ അയൽവാസിയുടെ ഒരു തെങ്ങ് മണ്ട ഒടിഞ്ഞ് അവരുടെ കാറിൻ്റെ മുകളിൽ വന്ന് വീണ്. അപ്പോൾ അവരുടെ 3.5 വയസ്സുള്ള ഇസബെല്ല എന്ന് പറഞ്ഞ കുഞ്ഞ് ഇതിൻ്റെ അടിയിലായിപ്പോയി. അതൊരു വല്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി. കൊച്ചിനെ കാറിൻ്റെ അടിയിൽ നിന്നാണ് ഊരിയെടുത്തവർ. പക്ഷേ അപ്പോൾ കരഞ്ഞു വിളിച്ചിട്ട് ഈ അനിറ്റയുടെ അമ്മ പറയുന്ന സാക്ഷ്യമുണ്ട്, നിങ്ങൾ കേൾക്കണം, നല്ലതായിരിക്കും അത്. ഒരു അത്യാഹിതത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തിനോട് പറയണ കാര്യങ്ങൾ. അമ്മേ, ഞാൻ പോയിട്ട് കാര്യമില്ല, നീ സഞ്ചാരി മാതാവാണെന്ന് എനിക്കറിയാം, നീ പോകണം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ആശുപത്രിയിലെന്ന്. ആ സിറ്റുവേഷൻ നോക്കണം നിങ്ങൾ. അമ്മേ, ഞാൻ പോയിട്ട് കാര്യമില്ല, കുഞ്ഞ് മരിച്ച് ഓൾമോസ്റ്റ് ഓളായിട്ട് മരിച്ചിരിക്കണ പോലെ കാണാം. ഞാൻ പോയിട്ട് കാര്യമില്ല, ഈ ഡെഡ് ബോഡി ആണെങ്കിൽ പോലും അമ്മ പോകണം ആശുപത്രി, നീ സഞ്ചാരി മാതാവാണെന്ന്. പ്രസൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഉടമ്പടിയുടെ ഒക്കാലത്ത് ഞാൻ അച്ഛനായിട്ട് 36 കൊല്ലമായി. ഇത്രയും പോപ്പുലർ പ്രസൻസ് ഉള്ള ഒരു പ്രാർത്ഥനാ പദ്ധതി എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഉടമ്പടി അല്ലാതെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ഈ കൊച്ചിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഹെഡ് ഇഞ്ചറി ഉണ്ട്, അതുപോലെ സ്പൈനലിന് ഇഞ്ചറി ഉണ്ട്, ഇടുപ്പിന് ഇഞ്ചറി ഉണ്ട്. കൊച്ചിന് ബോധമില്ല, വെന്റിലേറ്ററിലാണ്. ഈ വെന്റിലേറ്ററിലാകുമ്പോഴും ഉടമ്പടി എടുത്ത ഇവരുടെ ബന്ധുക്കൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈ കൊച്ചിനെ ഉടമ്പടി തൈലം തേക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എവിടെയെങ്കിലും അത്യാഹിതം ഉണ്ടായാലേ അടുപ്പമുള്ളവരെല്ലാവരും ഉടനെ കൊണ്ട് ഉടമ്പടി തൈലം കൊടുക്കും. സാക്ഷ്യങ്ങൾ കേട്ടാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ജനം അത്ര കണ്ട് ആഴമായിട്ട് വിശ്വസിക്കുകയും ദൈവത്തെ അനുഭവിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എന്നിട്ട് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയും, അമ്മേ, ഞങ്ങൾ 4 പേര് കൂടിയാണ്. മാതാവിനോടാണ് എല്ലാം പറയണത്. ഇന്ന് നമുക്ക് പറയാൻ, ധൈര്യമായിട്ട് പറയണത് അതുപോലെ തന്നെ ഒരു അമ്മ മനസ്സോടുകൂടി കേൾക്കാൻ. മാതാവിന് ദൈവത്തിൻ്റെ ഒരു അമ്മ മനസ്സാണല്ല പരിശുദ്ധ അമ്മയിലൂടെ വെളിവായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തും പറയാമല്ലോ. ഇവരെന്താ പറയണത്? ഞങ്ങൾ 4 പേരും കൂടിയാണ് വന്നത്, 2 കുഞ്ഞുങ്ങളും ഭർത്താവും ഭാര്യയും. അപ്പോൾ ഇസബെല്ലയെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വിളിക്കണം. അപ്പോൾ തകർന്ന് നിൽക്കണ ഒരാളിൻ്റെ, നമ്മളങ്ങനെ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല, അവിടെ തകർന്ന് നിൽക്കുന്ന ഒരു അമ്മ മനസ്സാണ് അതിൻ്റെ അടുത്ത് വരണത്. അപ്പോൾ ഇവർക്ക് മുമ്പിൽ
അപ്പോൾ ഡോക്ടർമാർക്ക് ഒന്നും ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലും പിന്നെ അതിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഒരു സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് കണ്ണൂർ. അപ്പോൾ ഇവർക്കൊന്നും ഡോക്ടർമാർക്കൊന്നും പറയാനില്ല. കാര്യം ഇത്രയും ബ്രേക്ക് ഡൗണായി കിടക്കണ കൊച്ചല്ലേ, മൂത്രം പോണില്ല. അപ്പം അതിൻ്റെ ബാഡ് സൈനാണ്. അപ്പോൾ ആന്തരികമായ അവയവങ്ങളൊക്കെ ഒന്നും കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാണ്. പിന്നെ ആന്തരിക രക്തസ്രാവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊക്കെ ഒരു പിടിയുമില്ല. സ്കാനിങ് റിപ്പോർട്ടാണെങ്കിലും മോശമാണ്. അപ്പോൾ ഈ കുട്ടി പോയതുപോലെ കണക്കാക്കാനാണ് എല്ലാവരും ഉപദേശിക്കുന്നത്. ഡോക്ടർമാരും അങ്ങനെ പറയത്തില്ല, പക്ഷേ ഡോക്ടർമാരും സംസാരത്തിൽ നിന്ന് ഇവർക്ക് ഇപ്പോഴത്തെ പുതിയ ഒരു 10-20 കൊല്ലമായിട്ട് ഡോക്ടർമാർ ഒന്നും നമുക്ക് ഹോപ്പ് തരത്തില്ലല്ലോ, ഹോപ്പ് തരത്തില്ല. അവർ പറയും പോയി കിടക്കണമെന്നേ പറയത്തുള്ളൂ. വലിയ കുഴപ്പമില്ലെങ്കിലും ഡോക്ടർമാർ പറയണത് ആൾ തീർന്നിരിക്കണമെന്നേ പറയത്തുള്ളൂ, പിന്നെ ശ്രമിക്കാമെന്നേ പറയത്തുള്ളൂ. എന്താ പ്രശ്നമെന്നറിയാമോ? അവരുടെ പണ്ടത്തെ ഡോക്ടർമാർ സൈക്കോളജിക്കലായിട്ട് അപ്രോച്ചാണ് ചെയ്തിരുന്നത്. എന്താണ്, ഒരു കുഴപ്പമില്ല, ഇപ്പം ശരിയാകുമെന്നൊക്കെയാണ് പറയുന്നത്. പപ്പുവിനെ പോലെ പറയുമായിരുന്നു ഇപ്പം ശരിയാക്കുമെന്ന്. പക്ഷെ അങ്ങനെ ഇപ്പം ശരിയാകാതെ കുറേ ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ബന്ധുക്കൾ ഓർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പം ശരിയാവുന്നല്ലേ പറഞ്ഞിട്ട് ഇത് മരിച്ചില്ല. അപ്പോൾ ഇയാളാണ് എൻ്റെ കാരണക്കാരൻ ഡോക്ടർ ഇതിനെ കൊണ്ട് കേസ് കൊടുക്കും നഷ്ടപരിഹാരത്തിന്. ചത്തവൻ നിൽക്കുന്നവൻ ഡോക്ടറിനെ ഊറ്റി കാശ് മേടിക്കാൻ നോക്കും. അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർമാർ കളികളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞ് പോയി കിടക്കണമെന്ന് പറയും. അതാണ് പ്രശ്നം. അവരങ്ങനെ ആ രീതിയിലാക്കിയതാണ് കുറേ പേര്. എന്താ പ്രശ്നം? ഇപ്പം ഈ വിഷയത്തിൽ അതൊന്നുമല്ല പ്രശ്നം. ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു തേങ്ങ വീണാൽ തന്നെ ഒരു ചക്ക വീണ ഒരു ചേട്ടനെ കൊണ്ടുവന്നായിരുന്നു ഇവിടെ. കഴിഞ്ഞ മാസം കൃപാസനത്തിന് മുകളിൽ ഒരു ചക്ക കടന്നിട്ട് ഞാൻ മാനേജറും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയും ഇത് ഇറക്കം അണ്ടത്തെ കൊമ്പെ കിടക്കുകയാണ്. എങ്ങാനും വരേണ്ട തലേ വീണ് കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും? തീർന്നില്ല പരിപാടി. കാര്യം ഞാനത് ഒരു കണക്കിന് ഇറക്കിച്ച് നമ്മുടെ പിള്ളേർ സ്മാർട്ടായത് കാരണം അവർ തന്നെ സംവിധാനം ഉണ്ടാക്കി ആളെ വിളിച്ചുകൊണ്ടുവന്ന് ചക്ക നിങ്ങൾ അവിടെ നിൽക്കുന്നവരൊക്കെ നോക്കണം കേട്ടാ, ഈ ഇലയുടെ മുകളിൽ വല്ലതും കിടപ്പുണ്ടാകുന്നു. കാര്യം ഞാൻ ഈ ചക്ക വീണ ഒരാളെ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ട് സ്പൈനൽ കോഡ് പൊട്ടിയിരിക്കുകയാണ്, ബോധമില്ല. ചക്കണി വീണെന്ന് പറഞ്ഞ വല്ല കഥയുണ്ട്, സ്പൈനൽ കോഡ് പൊട്ടിയിരിക്കുകയാണ്, ബോധമില്ല. പക്ഷേ അത് തെങ്ങാണ് വീണിരിക്കുന്നത്, 3 വയസ്സുകാരത്തിൻ്റെ അത്. ആ കൊച്ചിൻ്റെ അവസ്ഥ എന്താണ്? എനിക്ക് തോന്നുന്നത് ആ അമ്മയുടെ വിശ്വാസത്തിലാണ് ഇത് നിൽക്കണത്. ശരിക്കും അമ്മയുടെ വിശ്വാസത്തിൽ ആ കുട്ടിയുടെ അമ്മയെന്ന് പറയണത് ഒരു 1.5 അതാണ് ഈ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ചില സമയത്ത് വെച്ച് ഈ കല്യാണം കെട്ടിക്കാൻ നേരത്ത് ഞങ്ങളുടെ അടുത്ത് നമസ്കാരം കേൾക്കാൻ വരുമില്ല പെൺപിള്ളേരൊക്കെ. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ജപമാലയെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ ഇവർ ഫാദർ പുസ്തകം കൊണ്ടുവന്നില്ല, പുസ്തകം നോക്കട്ടെ, ഇപ്പം കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അത് ജപമാല വീട്ടിൽ പുസ്തകം നോക്കിയല്ല ചെല്ലണമെന്ന് പറയും. അപ്പം ഞാൻ അവളോടൊക്കെ പറയുന്നൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, മകളെ നിൻ്റെ കൊച്ചിൻ്റെ അത്യാഹിതം വന്ന് നീ ഓട്ടോറിക്ഷയിലെ ആംബുലൻസിലെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുസ്തകം നിൻ്റെ കൊണ്ടുവരുക ഇതിൻ്റെ കയ്യിൽ, നീ ഇത് പഠിക്കണം. അപ്പോൾ ഇവൾ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഒരു അത്യാഹിതം ഉണ്ടാകത്തില്ല. എന്തൊരു ധൈര്യമാണ് ആൾക്കാർക്ക്! അതെച്ചാൽ കുറേ അണ്ണന്മാർ വിശ്വാസമില്ല, അവിശ്വാസികളുടെ വിട്ടികളുടെ സ്വർഗം. ഞാൻ എൻ്റെ സഭയിൽ കണ്ടിട്ടുള്ള സംഭവം, അവിശ്വാസികൾ വിട്ടികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന കുറേ ജീവിതങ്ങളാണ്. ദൈവം ആരാണെന്നറിയത്തില്ല, എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ പബ്ബ അടിക്കാൻ പോലും കൊള്ളത്തില്ല, വെറുതെ ബോധം കെട്ടാൻ കണ്ട് വീണേക്കും, പിന്നെ പ്രസംഗമൊന്നുമല്ല, നോക്കി ഇന്നങ്ങൾ ചെയ്തോളൂ. ഇതെല്ലാം വേറെ ഒരു കലാപരിപാടി അറിയാൻ പാടില്ല. ഒരു കമാന്നൊരക്ഷരം ദൈവത്തെ വിളിക്കാൻ അറിയത്തില്ല പല ആൾക്കാർക്കും. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ ബോധം കെട്ട് വീഴും, തീർന്ന്. പിന്നെ ബാക്കിയുള്ളതും ചെയ്തോളൂ. ബോധം കെട്ട് വീട്ടിന് ഇറങ്ങണ്ടിട്ട് നോക്ക് കൊച്ചയും കൊണ്ട് പോയാന്ന്. അതാണ് പ്രശ്നം. ഇത്തരം ഫ്രോഡ് പരിപാടിയാണ് കയ്യിരിക്കണത്. മര്യാദക്ക് നിങ്ങൾ ഇങ്ങനെ ഉറങ്ങി നേരം, അതായത് ഇരുട്ട് കൊണ്ട് ഉട്ടടക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ സ്ത്രീയുടെ ഈ എലിസബല്ലയുടെ അമ്മയുടെ പ്രശ്നം എന്താണ്? അവൾ പറയണത്, അമ്മ നീ സഞ്ചാരി മാതാവാണ്, ഞാൻ പോയിട്ട് കാര്യമില്ല, അവിടെ നീ പോകണം. പിന്നെ അമ്മയോട് എനിക്കൊരു കാര്യം കൂടി പറയാം, ഞാൻ ഇസബെല്ലാം കൊണ്ടേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ 4 പേരെ അമ്മ തിരിച്ചു വിളിക്കണം, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ആ കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ്
അപ്പം ഞാനവർക്ക് ഇക്കാലങ്ങളിലൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുകയും ഇത്രയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന സുന്ദരമായൊരു സാക്ഷ്യമാണ്. നിങ്ങളത് കേൾക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ലിഫ്റ്റ് ചെയ്യണ കാണാം. അപ്പോൾ അമ്മ ഇവക്കൊരു മാർഗം പറഞ്ഞു കൊടുക്കും. എന്നുവെച്ചാൽ ഈ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എൻ്റെ പടമെടുത്ത് കൊച്ചിൻ്റെ അടുത്ത് കൊണ്ട്, കൊച്ചിന് ബോധം വെൻ്റിലേറ്ററിലാണേ, സ്കള്ള് പോയിരിക്കുകയാണ്. പിന്നെ എന്തോ അസ്ഥി പുറത്ത് വെച്ചാണ് ഒരു ചെറിയ ഓപ്പറേഷൻ ഉണ്ടായി ചെയ്തിരിക്കുന്നത്. അതിന് 6 മാസം കഴിഞ്ഞ് സെറ്റാകത്തുള്ളൂ. നട്ടെല്ലിനും ബ്രേക്കുണ്ട്, ഇടുപ്പലിന് ബ്രേക്കുണ്ട്, മൂത്രം പോണില്ല, വേറെ ഒത്തിരി പ്രശ്നം, ആന്തരിക ബ്ലീഡിംഗ് ഉണ്ട്. കൊച്ച് ഓൾമോസ്റ്റ് ഓൾ പോയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോഴിവളെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗൂഗിളിൽ നിന്നൊരു പടമെടുത്ത്, കൃപാസനം മാതാവിൻ്റെ ഒരു പടമെടുത്ത് കൊണ്ടേ വെക്കാൻ ഇവർക്ക് ആന്തരിക പ്രേരണയാണ്. എന്താ പ്രശ്നം വെച്ചാൽ ഡോക്ടർമാരെന്താ കുഴങ്ങിയിരിക്കണമെന്ന് അറിഞ്ഞാൽ നിങ്ങളത് അറിയണം. ഡോക്ടർമാരെന്താ കുഴങ്ങാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെഡിക്കൽ കോളേജിലുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട്, ഇല്ലേ? പ്രഗത്ഭന്മാരായ സയൻറ്റിസ്റ്റായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. അതാണല്ല കേരളത്തിൻ്റെയൊക്കെ ഒരു വിജയം. നല്ല ഡോക്ടർമാരുണ്ട്, ഏറ്റവും നല്ല പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട്, ഗവൺമെൻറ് സെക്ടറിലും ഉണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ പേഷ്യൻ്റ് മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് പ്രശ്നം. നമ്മൾ ശാസ്ത്രത്തെ അവലംബിക്കണ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശാസ്ത്രത്തിൻ്റെ കൈവിട്ടു പോയിട്ടുള്ള ഒരു 0 ഹവറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, അവിടെ സയൻറ്റിസ്റ്റായിട്ട് ഡോക്ടറുണ്ട്, മരുന്നുണ്ട്, എല്ലാം ഉണ്ട്, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഈ പേഷ്യൻ്റ് മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എന്തു ചെയ്യും? ഡോക്ടർമാരെല്ലാം നിരാശരാണ്. മെഡിക്കൽ ബോർഡ് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഒരു വലിയ ഉന്നത VIP ഒക്കെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർ മെഡിക്കൽ ബോർഡാണ് കൂടുന്നത്. വൃക്കയുടെയും കരളിൻ്റെയും ഹൃദയത്തിൻ്റെയും ബ്രെയിനിൻ്റെയും എല്ലാ ഡോക്ടർമാരും ഒരുമിച്ച് കൂടിയിട്ടാണ് റിസൾട്ട് പരിശോധിച്ചിട്ടാണ് അവർ ഓരോ ലെവലിലേക്ക് എടുക്കണം. പക്ഷേ ഏത് മെഡിക്കൽ ബോർഡ്, ഇന്ത്യയിലുള്ള മുഴുവൻ മെഡിക്കൽ ബോർഡ് കൂടിയാലും ആ പേഷ്യൻ്റ് മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ 0 മെഡിക്കേഷൻ നടക്കത്തുള്ളൂ, ഇല്ലേ? ഈ ഒരു ദുരന്തം എൻ്റെ സഹോദരൻ തിരിച്ചറിയണം. ഇവളുടെ ഈ ഇസബെല്ലയുടെ പ്രശ്നം അതാണ്. അവൾ മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ല. മരുന്നിനോട് റിയാക്ട് ചെയ്യാതിരിക്കുമ്പോഴെന്താ നമുക്ക് അവസാനം? മാതാവിനോട് പറയുക. അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇസബെല്ലയുടെ അമ്മയുടെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരുടെ ഉടമ്പടി തൈലമാണ് കുഞ്ഞിൻ്റെ മേത്ത് കിടക്കുന്നത്. ആൻറ്റി കൊണ്ടുവന്ന ഉപ്പ് ഇസബെല്ലയുടെ മേത്ത് വെതറിയിട്ടിരിക്കുകയാണ്. നോക്കണേ, ഓരോ മനുഷ്യൻ വിശ്വാസം പ്രഖ്യാപിക്കുന്ന രീതികൾ കണ്ടില്ലേ? അപ്പോൾ മാതാവ് ഇവർക്കൊരു ഐഡിയ കൊടുക്കും. എന്താണ്? നീ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് മാതാവിൻ്റെ പടം എടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ തലക്കൽ വെക്കാൻ പറയും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, കളർ പ്രിൻ്റ് കിട്ടണില്ല. ഹോസ്പിറ്റലിൽ കളർ പ്രിൻ്റ് കിട്ടും. മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് കൃപാസനം മാതാവിൻ്റെ കളർ പ്രിൻ്റ് കിട്ടും. പക്ഷെ അവിടുന്ന് അവർ ഇടിപ്പിക്കത്തില്ല. അവർ പറയും സ്റ്റാഫിന് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറയും. ഞങ്ങൾ സ്റ്റാഫിന് മാത്രമേ ഇങ്ങനെ ഇതുപോലെ പ്രൈവറ്റ് സേവനങ്ങൾ ചെയ്യത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവരുടെ ഒരു സങ്കടം കൊണ്ട് അവർക്ക് അവിടെ നിന്ന് കരഞ്ഞിട്ട് അവർ അവർക്ക് ചെയ്യാവുന്ന ആ വ്യക്തി ഏറ്റവും വലിയൊരു ദാനമായിട്ട് അവർ പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ഈ പടമൊന്നെടുത്ത് തരണം. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൃപാസനം മാതാവിൻ്റെ പടം കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി നിന്ന് കരയുന്ന അമ്മയുടെ ചിത്രമെന്ന് പറയണത്, ഈ വ്യക്തിയുടെ മുമ്പേ മാതാവ് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയൂ. അതാണ് പ്രശ്നം. ഓരോരുത്തന്മാരും ദൈവത്തെ അനുഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്തരമാണ്. അപ്പോൾ ഇവരുടെ കരച്ചിൽ കാണുമ്പോൾ ഇവരുടെ മൊബൈൽ വാങ്ങിച്ചിട്ട്, ഇവർക്ക് മൊബൈലില്ല, അത് കേടായി, വേറെ ഒരു ആളിൻ്റെ മൊബൈൽ മേടിച്ചുകൊണ്ടാണ് ഇവൾ ഓടുകയാണേ. ഇവൾ ഓടിയിട്ടാണ് ലാബിൽ ചെന്നിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ട് ഈ കളർ പെന്നും എടുത്തുകൊണ്ട് ഓടി വരണത്. ഇവർ ഓടി വരുമ്പോൾ സ്റ്റെയർ കേസ് വഴി ഇവർ ഓടിപ്പാഞ്ഞെത്തുമ്പോൾ ഇവർ ചെല്ലുന്ന വിശ്വാസ പ്രമാണമാണ്. അവിടെയാണ് പ്രശ്നം. ഓരോ ആൾക്കാർ വിശ്വാസം പ്രയോഗിക്കുന്ന രീതികൾ ആ പടുവം കൊണ്ട് പോരുമ്പോൾ
ആ മെഡിക്കൽ സ്റ്റോറിൽ അല്ല പോട്ടശാലയിൽ നിന്ന് മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ പടവും എടുത്തുകൊണ്ട് സ്റ്റെയർകേസ് വഴി ഓടി വരുമ്പോൾ ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനടുത്ത് അമ്മ മാതാവിനെയും കൊണ്ട് ഓടി. അവർ പടവും കൊണ്ടോടി എന്നല്ല അവർ പറയണത്, മാതാവിനെയും കൊണ്ട് ഓടിയെന്നാണ് അവർ പറയുന്നത്. അതാണ് വിഷയം. അത് വിശ്വാസത്തിൻ്റെ നിലവാരമാണ്. ഞാൻ നിങ്ങളോട് പറയണത് ഒന്ന് കെമിസ്ട്രി ഓഫ് ദി ഫെയ്ത്ത് അല്ലെങ്കിൽ ബയോളജി ഓഫ് ദി ഫെയ്ത്താണ്. ഓരോ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള, വിശ്വസിച്ചിട്ടുള്ള, പ്രകടിപ്പിച്ചിട്ടുള്ള, പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ നിലവാരങ്ങളുണ്ട്. ഈ നിലവാരങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായ വിശ്വാസം കണ്ടാൽ ദൈവം സത്യമായതുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഉടനെ ഈ പടം കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഇവർക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? അവിടെ സെക്യൂരിറ്റി നിൽക്കുകയാണ്. ICU വെന്റിലേറ്ററിലല്ല കൊച്ച്, വാർഡ് പരിശോധന നടക്കുകയാണ്. അപ്പോൾ ഇസബെല്ലാണ്ട് അപ്പോഴും സെക്യൂരിറ്റി പറയും ഇപ്പം ഈ പടം വെക്കാൻ പറ്റത്തില്ലെന്ന് പറയും. പടം വെക്കാൻ പറ്റാത്ത ഡോക്ടർമാർ അകത്തുണ്ട്, കൊച്ചിനെ പരിശോധിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരൊന്നും പറയണമില്ല. പക്ഷേ ഇവിടെ കാര്യം പറയും, ഇതൊന്ന് കൊണ്ട് വെച്ചാൽ മതി എന്ന് പറയും. ഉടനെ സെക്യൂരിറ്റി ചേച്ചി പുറത്തുനിന്ന് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഈ സെക്യൂരിറ്റി ചേച്ചി കൃപാസന മാതാവിൻ്റെ പടം കൊണ്ടുപോയി ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന കുഞ്ഞിനെ തലയ്ക്ക് ഭാഗത്ത് വെക്കും. വെച്ച് അവർ പറയണത് വെച്ച് ഒരു നിമിഷം കഴിഞ്ഞില്ല, കൂടിയില്ല. എന്തോ മാറ്റങ്ങൾ കണ്ടപ്പോൾ ഉടനെ ഡോക്ടർമാരെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ട കൂട്ടുകാരനകത്തേക്ക് വിളിച്ചെന്ന. എന്താ പറയണത്? കൊച്ചു മൂത്രമൊഴിച്ച്. അതാണ് സംഭവം. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം കൊച്ച് മരുന്നിനോട് റിസപ്റ്റീവ്, മരുന്നിനോട് അക്സെപ്റ്റ് ചെയ്യാതിരുന്ന കൊച്ച് മരുന്നിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി ഡോക്ടർമാർക്ക് എന്ത് വേണം ചെയ്യാം. ഇതാണ് നമ്മുടെ വിശ്വാസത്തിലും അതുപോലെ തന്നെ ശാസ്ത്രവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അറ്റകൈ ശാസ്ത്രത്തിൻ്റെ കയ്യിൽ നിന്ന് പോയാൽ വിശ്വാസം ഉള്ളവർക്കാണെങ്കിൽ വിശ്വാസം പിടിക്കാം. അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും വിശ്വാസം, അതായത് വിശ്വാസം നല്ല ശരിക്ക്, ഞാൻ നിങ്ങളോട് ചില ആൾക്കാർക്ക് വിശ്വാസമില്ലാത്ത കൊണ്ടാണ് അവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിനറിയാം, ഇവർക്ക് ഇതിനകത്തൊന്നും വിശ്വാസം വലുതായിട്ടൊന്നുമില്ല. പിന്നെ അവർ നേരം പോക്കിന് വേണ്ടി ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കൈ കിട്ടിയ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല പ്രശ്നം. നിങ്ങളിതിൻ്റെ അകത്ത് സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നുവെന്നുള്ളത് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നതും വിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതും ഇന്ന് ജനങ്ങളെ മുഴുവനും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന, ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന കൃപാസനത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് സംസാരിക്കുന്നത്, സുവിശേഷത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആനുപാതികമാണ്. അങ്ങനെ സത്യസന്ധമായൊരു വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞിനങ്ങോട്ട് മാറ്റം ഉണ്ടാകിയതിന് ശേഷം പിന്നീട് പറഞ്ഞത് 6 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയും. നിങ്ങൾ ധൃതി വെക്കരുത്. ഇതാണ് തെങ്ങ് വീണ കേസാണ്, മരിച്ചു പോകേണ്ട കൊച്ചാണ്. ഇനി ഇത് നേരെ ചൊവ്വയൊക്കെ കൈയും കാര്യമൊക്കെ അനക്കി നേരെയൊക്കെ വരണമെങ്കിൽ, ബുദ്ധിയും ബോധം വെച്ച് നേരെയൊക്കെ വരണമെങ്കിൽ കുറേ മാസങ്ങൾ എടുത്തേക്ക് വരുമെന്ന് പറയും. പക്ഷേ ഇവരെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇസബെല്ല ഡാൻസ് കളിക്കാൻ തുടങ്ങും. കൈയിട്ടിച്ച് കിടത്താൻ അവരാ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബവും നിത്യവും ഉടമ്പടിക്ക് കൃപാസനം ഉടമ്പടിക്ക് സാക്ഷിയായി, പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ജീവിക്കുന്ന. കാര്യം അവർ അത്ഭുതം അവരുടെ മുമ്പിൽ കാണുന്നതല്ലേ. ശരിക്കും കമ്മ്യൂണിക്കേഷൻ ലെവൽ ശരിയാകും. കൊച്ച് പാട്ട് പാടുന്ന രീതി പാട്ട് പാടും, നൃത്തം ചെയ്യും. ഇതെല്ലാം വിത്തിൻ നോ ടൈമാണ് സംഭവിക്കണത്. വൈദ്യശാസ്ത്രത്തിൽ ഇതിൻ്റെയൊക്കെ സമയമുണ്ട്. പക്ഷേ ഉടമ്പടിക്ക് ടൈം ഷോർട്ടിങ് എന്ന് പറഞ്ഞൊരു കമ്പണൻ്റ് ഉണ്ടല്ലേ, സമയച്ചുരുക്കമെന്നില്ലേ. ആ സമയച്ചുരുക്കം നന്നായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യണം. സമയച്ചുരുക്കം ഇക്കാലങ്ങളിലുള്ള ഏറ്റവും നല്ല സാക്ഷ്യങ്ങളെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സമയം ദീർഘിച്ച് പോകണമെന്നല്ലേ. പക്ഷേ ഉടമ്പടിയുടെ ആദ്യകാലങ്ങളിൽ തന്നെ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സൂചന ഉണ്ടായിരുന്നു, ഇത് സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണെന്ന്.
പക്ഷേ നമ്മൾ ഉടമ്പടി കൃത്യമായിട്ട് ആണ്, അതനുസരിച്ച് സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെയുമാണ് ഈ വിഷയത്തിൽ അവലംബിക്കണമെങ്കിൽ സമയച്ചുരുക്കം ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായിട്ട് അവസാനിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ സൗഖ്യം തുടങ്ങുന്നതിൻ്റെ കാരണമുണ്ട്. കുഞ്ഞവസാനം അമ്മമ്മയോട് പറയും, അമ്മ ഞാൻ കൃപാസനം മാതാവിനെ സ്വപ്നം കണ്ടെന്ന് പറയും. അതാണ് ഇതിൻ്റെ സംഭവം. ഞാൻ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞത്. സ്വപ്നം ഇന്ന് ഒത്തിരി പേര് കാണുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അമ്മമ്മ ചോദിച്ച്, അത് കൃപാസനം മാതാവിൻ്റെ അടുത്ത് കുഞ്ഞ് വേറെ എന്താണ് കണ്ടത്, എങ്ങനെയാണത് കൃപാസനം മാതാവാണ്? 3.5 വയസ്സേ ഉള്ളെന്ന് നോക്കണം, ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് പോലും അറിയത്തില്ല. കുഞ്ഞ് പറയണത് അമ്മ കടലിൻ്റെ മീതെ വന്നെന്നാണ് പറയണത്. അതാണ് വിഷയം. അമ്മ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കടലിൻ്റെ മീതെ വന്നു. അപ്പോഴാണ് ഇവർ അമ്മ മനസ്സിലാക്കുന്നത് കൃപാസനം മാതാവിൻ്റെ കൂടെ ഒരു കടലുണ്ടല്ലോ എപ്പോഴും. അപ്പം ആ കടൽ തിരയിലൂടെ വരും. പിന്നെ കുഞ്ഞ് പറയും കൃപാസനം മാതാവിൻ്റെ കയ്യിൽ ഭൂമി ഉണ്ടായിരുന്നെന്ന് പറയും. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് ഭൂമി ഇതിടയ്ക്ക് മെസ്സേജിൽ വന്നില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ക്ലോക്ക് അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് 2004. അന്ന് നമ്മുടെ കയ്യിലല്ല, നെഞ്ചത്തിലാണ് ഇരുന്നിരുന്നത് സമയഘടികാരം. അപ്പം അങ്ങനെ എന്തോ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ സാധാരണഗതി മറ്റു തരത്തിൽ ചിറകുള്ള കൃപാസനം മാതാവിനെ ആൾക്കാർ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട് സ്വപ്നം. അതെല്ലാം സമയച്ചുരുക്കത്തിൻ്റെതാണ്. വെളിപാട് പുസ്തകത്തിൽ അതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയണത് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വപ്നം കാണുക, അല്ലെങ്കിൽ സുഗന്ധാഭിഷേകം ഉണ്ടാവുക, അല്ലെങ്കിൽ ദർശനങ്ങൾ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസൻസ് ഫീൽ ചെയ്തതെന്നാണ്. ഉടമ്പടിയുടെ ഏറ്റവും സംഭവത്തിൽ പ്രസൻസ് അല്ലേ. ഞാൻ നിൻ്റെ കൂടെ വരും, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതാണല്ലോ. ഇപ്പോൾ 1 ജോഷുവ 1:9 വചനം വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നീ പോകുന്ന എന്താണെന്ന് ഒരു വാഗ്ദാനമാണത്. ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. നീ പോകുന്നിടത്തല്ല എന്ന് പറഞ്ഞാൽ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കും. അപ്പൊ അത് ഉറക്കമായാൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാവുന്ന അവസ്ഥയിൽ അടയാളങ്ങൾ കാണിക്കാം. ഉറക്കമായാൽ പോലും അത് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയുമാണ്. അപ്പോൾ ഇതുപോലെ കുഞ്ഞിനും ആ സ്വപ്നം കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ സ്വപ്നം കണ്ടോ ദർശനം കണ്ടോ വെച്ചാൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇത് കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണതെന്ന്. ദൈവസാന്നിധ്യമാണ്. അപ്പോൾ ദൈവസാന്നിധ്യം ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല എന്നതിൻ്റെ അർത്ഥം. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. സാന്നിധ്യത്തിൽ അദൃശ്യമായ സാന്നിധ്യത്തോടെ ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുകയാണ്. ഒരു സാക്ഷി ദിവസം ഉണ്ടായത് ഒരു മേരി ഏഞ്ചലിൻ്റെ സാക്ഷി, മേരി ഏഞ്ചൽ പോൾ. മേരി ഏഞ്ചൽ പോളിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പോൾ അവരുടെ ഭർത്താവാണ്. അവരുടെ പ്രശ്നം ഭർത്താവ് യുക്രൈനിൽ പഠിച്ച ആളാണ്, MBBS പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് യുക്രൈനിൽ പഠിച്ചിട്ട് പിന്നീട് അതിൻ്റെ ഉപരിപഠനം UK അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി. പക്ഷേ യുക്രൈനിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പേപ്പർ വേണം. അതിന് അവർ പറയണത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ എപ്പിക് പേപ്പർ എന്നാ പറയണത്. എപ്പിക് സെൻറ്ററിൽ നിന്നൊരു പേപ്പർ കിട്ടിയാലേ UK ഇയാൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ.
പക്ഷെ ആ പേപ്പർ യുദ്ധം നടക്കുകയല്ലേ ഇപ്പം യുക്രൈനിൽ, അവിടെ നിന്ന് ഒരു പേപ്പറും കിട്ടത്തില്ല. യുക്രൈനിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കണമല്ലോ, അതുകൊണ്ട് അവിടെ നിന്നൊന്നും ഒരു പേപ്പറും കിട്ടത്തില്ല. ആ പേപ്പർ കിട്ടിയാലേ ഇദ്ദേഹത്തിന് UK ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തുമാത്രം കുഴഞ്ഞൊരു പ്രശ്നമാണെന്ന് നോക്കിയേ. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്നൊരു വിഷയം ഞാനത് നോക്കിയിട്ട്, ഈ ഹസ്ബൻഡും ഏഞ്ചൽ മേരിയും പോളും മാതാവിനോട് വ്യക്തിബന്ധമുള്ള ആൾക്കാരാണ്. നിങ്ങളെപ്പോഴും ഒരു വ്യക്തിബന്ധം ഇല്ലാത്തവർക്കാണെങ്കിൽ വ്യക്തിബന്ധം ഉണ്ടാക്കാനുള്ള പ്രാർത്ഥനയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളെ വെളുക്കാൻ തേക്കണ പാണ്ടാക്കാൻ വേണ്ടി ഉള്ള ബന്ധം കൂടി കളഞ്ഞിടിക്കുകയുള്ളൂ ചില ആൾക്കാർ. കാര്യം ഉടമ്പടി എടുത്ത് ഉഴപ്പുമ്പോഴേ ഉള്ള ബന്ധം കൂടി പോകുകയല്ലേ ഉള്ളൂ. അതങ്ങനെ ചെയ്യരുത്. ഉള്ള നിസ്സാരമായ ഒരു ചെറിയ വീക്ക് റിലേഷൻ ആണെങ്കിലും നിങ്ങളെ ഇതിൻ്റെ നിബന്ധനകളെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ട് റിലേഷൻ സ്ട്രോങ് ആക്കണം. അപ്പോൾ ഇവിടെ വൈഫിനുമുണ്ട് വിശ്വാസം, ഹസ്ബൻഡിനുമുണ്ട് വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തിൽ അവർ ജീവിക്കണമെങ്കിൽ വിതിൻ, അതായത് 8 മാസം എടുക്കണ ഒരു പേപ്പർ അതായത് വരുന്നതിന് 8 ദിവസം കൊണ്ട് മാതാവ് യുക്രൈനിൽ പേപ്പർ കൊടുത്തു. ഈ യുദ്ധകാലത്ത് കൈയിടിച്ച് കിടത്താനുള്ള പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയിലൂടെ ഞാൻ നിങ്ങളോടെല്ലാം പറയണത് ഈ ആഴ്ചയിൽ അനുഭവിച്ച ദൈവാനുഭവങ്ങളെക്കുറിച്ചാണ്. അല്ല പണ്ടത്തെ എവിടെയെങ്കിലും സംഭവത്തെക്കുറിച്ചല്ല. ഈ ആഴ്ചയിൽ ഈ അൾത്താരയിൽ നിന്ന് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ദുരന്തത്തെ മുഖാഭിമുഖം കണ്ടപ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം ഞാൻ സുനാമി നടന്ന കാരണം ഞാൻ അങ്ങനെ ഓർത്ത് സുനാമി ആയിരിക്കും അമ്മ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഇവിടെ സാക്ഷ്യം പറഞ്ഞവരെല്ലാം ഒറ്റക്ക് ലോകത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന പ്രളയത്തെക്കുറിച്ചോ കോവിഡിനെക്കുറിച്ചോ അല്ല സാക്ഷ്യം പറയണത്. അവരുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ്. അനുദിനം സംഭവിക്കുന്ന മനുഷ്യൻ്റെ ദുരന്തങ്ങൾക്ക് പ്രാർത്ഥന വരാൻ പോകുന്നു. അതിൻ്റെ പേര് ഉടമ്പടിയാണെന്നായിരിക്കും അവ പറഞ്ഞിട്ടുള്ളത്. കൈ ഇടിച്ച് കർത്താൻ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാവേ വാഗ്ദാനത്തിടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാവേ. ഇത് കഴിഞ്ഞിട്ട് പോളിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴേ പോളിൻ്റെ കൂട്ടുകാരൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചു. ഇംഗ്ലണ്ടിലാണെന്ന് പുള്ളി. നീ തിരിച്ചു പോയാന്ന് ചോദിച്ചു. കാര്യം വിസിറ്റിന് പോയിരിക്കുകയല്ലേ, നീ തിരിച്ച് ജോലിക്ക് വേണ്ടി ചെന്നിട്ട് വിസ എടുത്ത് പോയിരിക്കുക, നീ തിരിച്ച് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാൻ പോകുന്നില്ല, ജോലിയൊന്നും ആയില്ല, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയും, നീ ഒരു ഒബ്സർവേഷനിലൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് കൊടുക്കുക, അവിടെ ഒരു തസ്തിക വന്നിട്ടുണ്ടെന്ന് പറയും. ഈ ഹോസ്പിറ്റലിൽ പോയി തസ്തിക ഇൻ്റർവ്യൂവിന് കൊടുക്കും. ഇൻ്റർവ്യൂവിന് കൊടുക്കുമ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിയും. എന്നിട്ട് അവർ പറയും ഇവിടെ തസ്തിക ഒന്നും ഇല്ലെന്ന് പറയും. ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സായി, പക്ഷേ തസ്തികയില്ല, ഡോക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് ഇവിടെ നടക്കത്തില്ല, 6 മാസമോ 8 മാസമോ കഴിയുമെന്ന് പറയും. അപ്പോഴേ
ഇവർക്ക് ഈ പോളെന്ന് പറയുന്ന ആളിന് ഒരു സുഗന്ധാഭിഷേകം ഉണ്ടാകും. അത് സ്വപ്നത്തിലാണ് സുഗന്ധാഭിഷേകം. ഇവൻ ആകാശത്ത് നോക്കുമ്പോൾ ഇവൻ ഈ നടന്നുകൊണ്ടിരിക്കണ എല്ലാം മാതാവിൻ്റെ പ്രക്രിയയാണെന്ന് ഈ മനുഷ്യന് എപ്പോഴും വിശ്വാസമുണ്ട്. പക്ഷേ അമ്മ തന്നെയാണ് ഡയറക്റ്റ് ഇതൊക്കെ ചെയ്യണത്. അത്ഭുതങ്ങളാണല്ലോ സംഭവിക്കണത്. ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് പറഞ്ഞ കൂട്ടുകാരൻ വിളിക്കുന്നു. അതിനെക്കുറിച്ച് ഇതിനൊക്കെ ഒരു ഐഡിയയും പുള്ളിക്കില്ല. പക്ഷേ ചെന്ന് പെടുന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നു. പക്ഷേ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അവിടെ ജോലിയില്ല. അപ്പോൾ ഇതെന്തൊക്കെയാണ്, ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് പുള്ളിക്കൊരു പിടിയില്ല. അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മാതാവിൻ്റെ കാൽപെരുമാറ്റം ഉണ്ടോ എന്നറിയാൻ വേണ്ടി പുള്ളി അങ്ങനെ മനസ്സിലങ്ങനെ ആശങ്ക കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്വപ്നം കണ്ടത് ആകാശത്ത് നക്ഷത്രങ്ങളെല്ലാം വിതറിയിട്ട് ഈ നക്ഷത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂടി മാതാവിൻ്റെ ഒരു സ്തുതിയും പിടിച്ച് പറഞ്ഞു നിൽക്കുന്ന രൂപം പുള്ളി കാണാം. ഇതാ വിഷയം. അവൻ്റെ അർത്ഥം എന്താണ്? നീ ആശങ്ക ഒന്നും പറയണ്ട, ഞാൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. പിറ്റേ ദിവസം ഒരു സംഭവം നടക്കും. ആ ആശുപത്രി 8 മാസം കഴിഞ്ഞാൽ വന്നാൽ മതി എന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് വിളിച്ച് പറയും, ഇവിടെ ഒരു ഡോക്ടർ രാജിവെച്ച് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ആ തസ്തികയിൽ കയറാമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ കാര്യങ്ങൾ പോണ പൊക്കുണ്ടാകും. അതായത് നമ്മളുടെ കാൽക്കുലേഷനിലല്ല പോണത്. ശരിക്കും നമ്മളിപ്പം തീർന്നെന്ന് പറയുമ്പോൾ അമ്മയെല്ലാം തുടങ്ങിക്കൊണ്ട് വരും. നിങ്ങളത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് 2 വള്ളത്തേലും ചവിട്ടരുത്. ഒറ്റ വള്ളത്തെ ചവിട്ട് കൃത്യമായിട്ട് വെടിപ്പായിട്ട് വിശ്വാസിയായി നിന്നുകൊണ്ട് സുവിശേഷത്തിൻ്റെ ചരിത്ര മുന്നേറ്റവും സാക്ഷ്യ മുന്നേറ്റവും നടത്തണം. അപ്പോൾ നീ സ്നേഹിക്കുന്ന സത്യസന്ധമായ ദൈവം ആരാണെന്നും നിന്നെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നും നിനക്ക് അറിവ് നൽകും. എന്ത് വിധത്തിലും അറിവ് നൽകും. എന്താ ഞാൻ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. അവർ ഉടമ്പടിയും ചെയ്യും, വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയി നൊവേനയും കൂടും. അവർ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കും. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ദൈവത്തിനെ പറ്റിക്കുന്നതിന് തുല്യമാണ്. പിന്നെ നിങ്ങൾക്കത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ഫ്രോഡായിട്ട് ദൈവം നേരത്തെ കണ്ടിട്ടുണ്ട്. ബ്രാൻഡ് ചെയ്ത പാർട്ടിയാണ്. കാര്യം എവിടെ നിന്നാണ് ഇപ്പോൾ ബറിയത് മുനാളിനെ മുത്തും താഴെ കിടക്കുന്ന പാമ്പിനെയും മുത്തും എവിടെ നിന്നാണ് രക്ഷവനെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന അലപലാതി വിശ്വാസികളില്ലേ. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഉടമ്പടിയുമായിട്ട് നിങ്ങൾ ഇപ്പോഴെങ്കിലും ബന്ധപ്പെടരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉടമ്പടിയുമായിട്ട് ദൈവമായിട്ട് സന്ധി ചേർന്ന് സഖ്യം ചേർന്ന് കക്ഷിയായി മാറണമെന്ന്, ദൈവത്തിൻ്റെ സ്വന്തം കക്ഷിയായി മാറണമെങ്കിൽ നിങ്ങൾ മറ്റുള്ള ചുറ്റിക്കളികളെല്ലാം അവസാനിപ്പിക്കണം. കർക്കക്രിസ്ത്യാനി പ്രത്യേകിച്ച് അവിടെയും പോയി നൊവേന കൂടും, ഇവിടെയും കൂടി നൊവേന കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. അങ്ങനെയുള്ള കർക്കക്രിസ്ത്യാനികളെ ഞാൻ പറഞ്ഞത് ഗ്രൗണ്ട് വിട്ട് പോകണമെന്നാണ് പറയണത്. നിങ്ങൾക്ക് അടക്കമെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഉറക്കുമല്ല, അപ്പോൾ വന്ന് മര്യാദക്കുറമ്പ്. ഇങ്ങനെ ആട്ടക്കാർ വന്നിട്ട് കാര്യമില്ല. അവരുടെ കളിത്തട്ടല്ല ഇത്. ആട്ടക്കാർ അവിടെയും ഇവിടെയും പോയി ആടുന്നവരുടെ ആട്ടക്കാരുടെ കളിത്തട്ട്. നിങ്ങൾ അമ്മമാതാവിൻ്റെ മധ്യസ്ഥരാണ് വിശ്വസിക്കണമെങ്കിൽ ബാക്കിയെല്ലാം തൽക്കാലത്തെ കട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 90 ദിവസത്തേക്ക്. കാര്യം എന്താണ്? 90 ദിവസമാണ് ഉടമ്പടിയുടെ സമയം. ആ 90 ദിവസത്തേക്ക് എല്ലാ സംഭവം കട്ട് ചെയ്യണം. എന്നാൽ നിങ്ങൾ ഉടമ്പടി തന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധ വയ്ക്കണം. കാര്യം ഇതിൻ്റെ അകത്ത് ഇത് കൈ പൊള്ളണ കേസ് കെട്ടാണ്. മറ്റൊന്ന് പറയുമ്പോൾ എന്തെങ്കിലും പാട്ടും പടിയൊക്കെ നടന്നാൽ മതി. ഇത് നമുക്ക് മുടക്കൊന്നുമില്ല. വല്ല മുടക്കവും ഉണ്ടാകും. നാക്കുകൊണ്ട് കുറേ പാട്ടൊക്കെ പാടി നടന്നാൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മുടക്കൊന്നുമില്ല. ഇതിന് നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. കാര്യം ഇത് മേജർ ഡ്യൂട്ടി ചെയ്യണ പ്രാർത്ഥനയാണ്, അല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രെയർ അല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് നോക്കാനോ രുചി നോക്കാനോ മധുരം നോക്കാനോ ഉടമ്പടി എടുത്ത് നോക്കരുത്. അത് ദൈവത്തെ പരീക്ഷിക്കാൻ തുല്യമാണ്. അടയാളങ്ങളെ എപ്പോഴും കർത്താവ് പറഞ്ഞിട്ട് ഇപ്പം ഒന്ന് ശ്രുതികട്ടെ മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്ക
1:11. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലുക്ക 11:29. ലുക്ക 11:29. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി. പറഞ്ഞ ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. അപ്പൊ ലുക്ക 11:29 ഇവിടെ കൃപാസനത്തിന് ജനങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും വർദ്ധിച്ചു വരികയാണല്ല. ജനം വർദ്ധിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അപ്രോച്ച് അതാണ്. എന്താണ്? ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ, ഇപ്പോൾ ഇന്നലെ ഇവിടെ ഇത്തിരി ആളുണ്ടായിരുന്നു, മെനയെന്ന് ഇത്തിരി ആൾക്കാരുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഇത്തിരി ആളുണ്ട്. 3 മണിക്ക് വെളുപ്പിന് ആൾക്കാർ വരാൻ തുടങ്ങും, രാത്രി 9 മണി വരെ വരും. അപ്പോൾ ജനക്കൂട്ടം വർദ്ധിച്ചു വന്ന് വായിച്ചേ 11:29. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം വർദ്ധിച്ചു അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, നമ്മളെ അടയാളം, ദൈവം ആദ്യം അടയാളം പ്രവർത്തിക്കട്ടെ, അതാണ് പ്രശ്നം. എന്നിട്ട് ഞാൻ ഉടമ്പടിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എന്നിട്ട് ഞാൻ രോഗികളെ പോയി കാണുകയോ സുവിശേഷം വായിക്കുകയോ സുവിശേഷം പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്യുകയോ ചെയ്യാം. ആദ്യം ദൈവം അടയാളം പ്രവർത്തിക്കട്ടെ എന്ന് കാണുന്ന ഒരു 50% ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇവരാണ് ഈ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കൃപാസനത്തെ ആളെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ അടയാള മോഹികളാണ്. എന്നുവെച്ചാൽ ദൈവം ആദ്യം അടയാളം പ്രവർത്തിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിബന്ധനകൾ പാലിക്കാം. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇന്നത് തിരുത്തണം. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഞാൻ നിബന്ധനകളെ പാലിക്കും. കർത്താവ് ഈ അടയാളം എപ്പോഴായാലും പ്രവർത്തിക്കും. അതെന്താ എപ്പോഴായാലും പ്രവർത്തിക്കുമെന്ന് പറയാൻ കാര്യം എന്നറിയാവോ? ഐസയ 41:10 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശയ്യ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 യെരമ്യ 31:3 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ജെറമിയ 31:3. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. പറഞ്ഞ്, നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. വിശ്വസ്തത അചഞ്ചലവും. അപ്പോൾ ഈ യെരമ്യ 31:3 വചനം. അപ്പം നമ്മൾ ദൈവം ആദ്യം അടയാളം കാണിക്കണമെന്ന് പറയരുത്. കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തത അചഞ്ചലമാണ്. എപ്പോഴായാലും അത് അടയാളം കാട്ടിയിരിക്കും. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. നിന്നോടുള്ള സ്നേഹവും നിത്യമാണ്. അപ്പം അതിൻ്റെ അകത്തൊന്നും ദൈവം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല.
അപ്പം തന്നെ ഉടമ്പെടുക്കുമ്പോൾ ഓർക്ക് ഞാൻ നിത്യസ്നേഹത്തിലേക്ക് ദൈവത്തെ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം എപ്പോഴും ആയാലും അടയാളം കാണിക്കും. ഞാൻ ആദ്യമേ കയറി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എടുത്ത നിബന്ധനകൾ നിറവേറ്റണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, അടയാളം അന്വേഷിക്കാതെ നിബന്ധനകൾ നിറവേറ്റി ഉടമ്പടിയുടെ വിശ്വസ്ത പങ്കാളിയാകാൻ നിത്യസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമേ അങ്ങേയൊരായിരം സ്തോത്രമേ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേയൊരായിരം സ്തോത്രമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയ ചെല്ലുന്ന സമയത്ത് സമീപസ്ഥരും വിദൂരസ്ഥരുമായിട്ടുള്ളവർ രോഗമുള്ളിടത്ത് കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അച്ഛൻ രോഗത്തെ യേശുനാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടാത്തവർ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്ന് പറഞ്ഞ് യേശുവെ ദിവ്യകാരുണ്യത്തിലെ ആരാധന നടത്തിക്കൊണ്ടിരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണായ ദൈവമേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. തീർത്ഥാടനത്തിൽ ഉടമ്പടിയെടുത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായി പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ വലത് കരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമേ. സന്ധിബന്ധങ്ങൾ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. മാംസപേശികളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ആന്തരിക രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, പങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ഈശോ ആമാശയ രോഗങ്ങൾ, കുടൻ്റെ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, സിസ്ത് രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്ന ശ്രുതികട്ടെ. സൗഖ്യം നൽകണമേ, ധാരാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക, സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഇപ്പോഴ് എപ്പിലെപ്സി രോഗികൾ, അപസ്മാര രോഗികൾ, ഓട്ടിസം രോഗികൾ, അതുപോലെ തന്നെ കണ്ണ് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, തൈറോയ്ഡ് രോഗികൾ, ക്യാൻസർ രോഗികൾ, ത്വക്ക് രോഗികൾ, അതുപോലെ തന്നെ സോറിയാസിസ് രോഗികൾ, വ്യത്യസ്തങ്ങളായ വാതരോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, എല്ലാത്തിനും വേണ്ടി ദൈവികമായ ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രാർത്ഥിക്കുന്ന നിശ്ചയെ പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവർ, ത്വക്ക് രോഗങ്ങൾ കർത്താവേ, സോറിയാസിസ് രോഗങ്ങൾ കർത്താവേ, അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കർത്താവേ, മാസപേശി മരയിപ്പ് കർത്താവ്, രക്തസംക്രമണത്തിലുണ്ടാകുന്ന സ്ലോ ഡൗൺ ആയിട്ടുള്ള രോഗങ്ങൾ കർത്താവ്, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ കർത്താവെ, മുട്ടുവേദനക്കാർ കർത്താവെ, പലതരത്തിലുള്ള ഗർഭാശയ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥത്തിൽ പൂർണ്ണമായി കഴുകട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന അസ്ഥിരോഗങ്ങൾ, പേശി രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള ഞരമ്പുകളുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പൂർണ്ണമായി യേശുവിൻ്റെ സാംക്രമിക രോഗങ്ങൾ, പകരുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഹല്ലേലൂയ. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവർ, ഗർഭാശയ രോഗികള്, മക്കളില്ലാത്തവര്, കൂടെ അബോർഷൻ സംഭവിക്കുന്നവര്, മക്കൾ ഗർഭത്തിൽ വെച്ച് മരിച്ചു പോകുന്നവര്, പെട്ടെന്ന് കുഞ്ഞുണ്ടായി പെട്ടെന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുന്ന രോഗമുള്ളവര്, ബ്ലീഡിംഗ് ഉള്ളവര്, നിർത്താത്ത രക്തസ്രാവമുള്ളവര്, പീരീഡ്സ് ഒത്തുവരാത്തവർ, ഇങ്ങനെ മൊബിലിറ്റി ഇല്ലാത്തവർ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ഉറക്കമില്ലാത്തവർ, കടുത്ത പ്രഷർ രോഗികൾ, പൊറുക്കാത്ത മുറിവുകൾ, കാലൊക്കെ അഴുകിക്കൊണ്ടിരിക്കുന്നവർ, വിരലുകൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ, കുഞ്ഞു രോഗികളായ കുഞ്ഞു പിള്ളേർ, കിടപ്പിലായവർ, കാലിറക്കാത്തവർ, കഴുത്തുറക്കാത്തവർ, മലർന്നു വീഴാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, പിരിപിരിപ്പുള്ള ഓട്ടിസമുള്ള സ്വഭാവം കാണിക്കുന്ന കുഞ്ഞുങ്ങൾ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ മഴ പെയ്യാൻ വേണ്ടി സൗഖ്യത്തിന് മഴയ്ക്കായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തിരാവേദികൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സാമ്പത്തികം ബാധ്യതയിൽ വിഷമിക്കുന്നവര്, കടമുള്ളവര്, ജപ്തി നടപടി നേരിടുന്നവര്, വരുമാന മാർഗങ്ങൾ മുട്ടിപ്പോയി കടക്കമ്പോളം അടഞ്ഞു കിടക്കുന്നവര്, വാടക ഒഴിയാത്തവര്, വാടക സ്ഥലം അന്വേഷിച്ചിട്ട് കിട്ടാത്തവര്, സ്ഥലം വിറ്റുമാറാത്തവര്, സ്ഥലത്തിന് വഴിയില്ലാത്തവര്, പരീക്ഷാ തടസ്സങ്ങൾ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, തോറ്റുപോയിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കുന്നവർ, ട്രാൻസ്ഫറിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, സമാധാനമില്ലാത്തവർ, വിവാഹ ജീവിതം ഡൈവേഴ്സിലേക്ക് നീങ്ങുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, നാട്ടിലേക്ക് വരാൻ ജാമ്യം പോലും കിട്ടാതിരിക്കുന്നവർ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിസ്താരത്തിലിരിക്കുന്ന കേസുകൾ, വിധി പറയാൻ പറ്റിയിരിക്കുന്ന കേസുകൾ, ഇപ്പോഴും ജയിലിൽ ആയിരിക്കുന്നവർ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതകൾ, ജീവിതമാർഗം മുട്ടി നിൽക്കുന്നവര്, നിങ്ങൾ സാക്ഷ്യം പറയാവുന്ന മാത്രം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തിൽ വിവാഹ തടസ്സമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പോകാൻ നിൽക്കുന്നവര്, വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയാതെ കുടുങ്ങിപ്പോയവര്, എല്ലാവരും അങ്ങോട്ട് തിരിച്ചു പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്ന ശ്രുതികട നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടെന്നിക്കുക. ഒരു നിമിഷം മൗനമായിട്ട് ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഒപ്പം തന്നെ ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ വിഷയവും ഇപ്പോൾ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
സ്തുതി